ഹലോ എവരിവൺ, ഇതാ നമുക്കൊരു കേരള സ്റ്റൈൽ ചിക്കൻ മന്തി ഉണ്ടാക്കിക്കളാം. എന്ത് പറയുന്നു? ബാ കെടുക്കാം. ആദ്യമേ ഒരു 1.5 കിലോ ചിക്കൻ എടുക്കുക. അത് നല്ലോണം കഴുകിയ ശേഷം ഒരു ചെറിയ ഫോക്ക് ഉപയോഗിച്ച് അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല നല്ല വൃത്തിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് അകത്ത് അതിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ഈ ചിക്കനെല്ലാം എടുത്ത് നല്ലൊരു വലിയ പാത്രത്തിൽ വെക്കുക. അതിലൊരു 1.5 സ്പൂൺ കുരുമുളക് പൊടി നല്ലോണം വിതറി കൊടുക്കുക. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാറില്ല, നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ശേഷം നമുക്ക് ആകെ പിന്നെ വരുന്ന കുരുമുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ജീരകം ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് പൊടിച്ചതല്ല, ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് 2 ചിക്കൻ ക്യൂബ്സ് കിട്ടും, അല്ലെങ്കിൽ മാഗിയുടെയൊക്കെ ഉണ്ട്. അത് നല്ലോണം എടുത്ത് ഉടച്ച് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്യൂബ്സ് വരുന്നത് ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് കാണും, ഉപ്പ് വേണ്ട. അതിനുശേഷം കുറച്ച് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഒരു കളറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 1.5 ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തത്. ഞാൻ 2 കളറാണ് എടുത്തേക്കുന്നത്, പച്ചയും ചുവപ്പും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മാത്രമെങ്കിൽ പച്ച മാത്രം, ചുവപ്പെങ്കിൽ ചുവപ്പ് മാത്രം ഉപയോഗിക്കാം. അതിനുശേഷം കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, അതിനുശേഷം കുറച്ച് മതി, കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 100 ml ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ കൊണ്ട് പുറത്തൂടെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിക്ക് ഞവിടുക. ആ ക്യൂബ്സും കാര്യങ്ങളെല്ലാം അതിൽ പിടിക്കണം ചിക്കൻ. അതിനുശേഷം നീളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്കിനി അരിയിലേക്ക് കിടക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബസുമതി സെല്ല റൈസാണ്. അത് ഏകദേശം ഒരു 1/4 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിന് വേണ്ടിയുള്ള മന്തിയുടെ മസാലയും വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കനെ നോക്കുക. ചിക്കൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും വേവണമല്ലോ, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ അരി അവിടെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഊറ്റിയ അരി നമ്മൾ വെന്ത ചിക്കൻ്റെ മുകളിലേക്ക് ലെയറായി ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരി ഊറ്റിയെടുക്കണം. ഏകദേശം 80% അരി വെന്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഊറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഊറ്റണമെന്ന്. അവസാനം എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി മേളിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ചോറിനൊരു ഒരു മഞ്ഞ കളർ കിട്ടും. അതിനുശേഷം ഒരു 4-5 മുളക് തണ്ടൊടിച്ച് ഇതിനകത്ത് കുത്തി വെക്കുക. അവസാനമായി നമുക്ക് ദമ്മിടുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റീൽ കിണ്ണം എടുക്കുക. അതിൽ തൻ്റെ ചാർക്കോൾ എടുത്ത് വെച്ച് കത്തിക്കുക. നല്ല കത്തിയതിന് ശേഷം വേണമെങ്കിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പുകയും. ഇങ്ങനെ പുകയുന്ന സമയം കൊണ്ട് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യില്ല. അപ്പം തന്നെ ഫോയിലെടുത്ത് വെക്കുക, അടച്ച് വെക്കുക, അങ്ങോട്ട് ഇരിക്കട്ടെ ഇവിടെ. അതിന് ശേഷം നമ്മൾ അതിനെ കവർ എടുത്തുകൊണ്ട് മേളിൽ വെച്ചിട്ട് 4 സൈഡും ഏറുപോകാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെക്കുന്നതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം, മീഡിയം വേണമെന്നില്ല, ഇച്ചിരി ലോ ഫ്ലെയിമിലിട്ട് ദമ്മ വെച്ചതിന് ശേഷം പൊട്ടിക്കുമ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ പകകൾ പറക്കും. കണ്ടോ, പുക പറക്കത്ത് കണ്ടാ? ഇതിനൊക്കെ പുക പറന്ന് കഴിയുമ്പോൾ എന്താ രസം. മിസ്സായപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മൾ ദമ്മിട്ടതിന് ശേഷം അരി നമ്മൾ സെപ്പറേറ്റ് മാറ്റുക. അടിയിൽ കിടക്കുന്ന ചിക്കൻ നമ്മളെടുത്ത് മെളി വെക്കും. അരി മാത്രം നമ്മൾ അവസാനം താഴെ കിടക്കുന്ന ചിക്കൻ്റെ കുറച്ച് ഗ്രേവി കണക്ക് സാധനമുണ്ട്, അതുകൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമാണ് ഈ കളർ കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു സൂപ്പർ കേരള സ്റ്റൈൽ ചിക്കൻ മന്തി.